Welcome to Isha's Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു പോഹ ചിവടയാണ്, അതായത് അവൽ വെച്ചിട്ടുള്ള മിക്സർ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ കനം കുറഞ്ഞ മട്ടവലാണ് എടുത്തിട്ടുള്ളത്. അവൽ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യാതെ റോസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു അറിവ് കിട്ടിയത് കുറച്ച് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ നാദിയ മൊയ്തുവിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റെസിപ്പിയിൽ അവർ കുറച്ച് കടുക് താളിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്. മധുരം ഇല്ലാതെ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. അതുകൊണ്ട് പിന്നെ ഞാൻ പഞ്ചസാര ഒഴിവാക്കി. പിന്നെ ഉണ്ടാക്കുന്ന രീതിയിലും കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇനി നമുക്ക് മിക്സർ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കനം കുറഞ്ഞ മട്ടവിൽ 200 ഗ്രാം എടുത്തിട്ടുള്ളത്. പിന്നെ ഓയിൽ 1/2 കപ്പിലും കുറച്ച് കുറവ് എടുത്തിട്ടുള്ളത്. പിന്നെ കായം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ 50 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. നിലക്കടല 100 ഗ്രാം എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടുകടല ചേർക്കാം, പോലെ നാളികേരം സ്ലൈസ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്ത് ചേർക്കാം. ഇവിടെ ചൂടായ ഓയിലിലേക്ക് നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം വേറെ വേറെ ഫ്രൈ ചെയ്തൊക്കെ ചെയ്യണത് കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിലക്കടലൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി അണ്ടിപ്പരിപ്പും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അത് മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഉണക്കമുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കറിവേപ്പില കഴുകി ഞാൻ വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കറിവേപ്പിലൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ എന്നാൽ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇപ്പോൾ അവലൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്കിതിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇത് ഇളക്കിയെടുക്കാൻ. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം നമുക്ക് ഈ അവലിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
മുളക് പൊടിയുടെയും കായത്തിൻ്റെ ഒക്കെ അളവ് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. കട്ടിയുള്ള അവലുകൊണ്ടാണ് നമ്മൾ ഈ മിക്സർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ കനം കുറഞ്ഞ അവലായതുകൊണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മളുടെ അവൽ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.